നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. ഒറ്റയടിക്കുണ്ടായത് പവന് 10,000-ലേറെ രൂപയുടെ വർധന. ഗ്രാമിന് 1,275 രൂപയുടെ വർധനവാണ് ഒറ്റയടിക്ക് ഉണ്ടായിരിക്കുന്നത്. പവന് 10,200 രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 1,23,120 രൂപയായി. ഗ്രാമിന് 15,390 രൂപയാണ് വില. നിലവിൽ ഈ മാസത്തെ ഏറ്റവും കൂടിയ സ്വർണ്ണവിലയാണ് ബുധനാഴ്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് മെയ് 5-നായിരുന്നു. 1,09,400 രൂപയായിരുന്നു ഒരു പവന്റെ വില. വെള്ളി വിലയിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 1 ഗ്രാം വെള്ളിക്ക് 320 രൂപയും 10 ഗ്രാം വെള്ളിക്ക് 3,200 രൂപയുമാണ് നിരക്ക്. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് നിന്ന് പെരുമ്പാമ്പിനെയും പാമ്പിൻ കുഞ്ഞുങ്ങളെയും പിടികൂടി. കൂടുതൽ പാമ്പുകൾ അയ്യന്തോൾ കാർത്യായനി ക്ഷേത്ര പരിസരത്തുണ്ടെന്ന സംശയം പ്രദേശത്ത് ആശങ്ക ഉണർത്തുന്നു. അയ്യന്തോൾ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്തു നിന്നും പുറത്തുനിന്നുമായി 6 മലമ്പാമ്പിന്റെ കുഞ്ഞുങ്ങളെയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. പാമ്പുകളെ പിടികൂടുന്നതിനിടയിൽ 2 പാമ്പുകളെ മതിലിന്റെ ഉള്ളിലെ പൊത്തിൽ കണ്ടതിനെ തുടർന്ന് ക്ഷേത്രമതിൽ പൊളിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും 2 എണ്ണത്തിനെ പിടികൂടാനായില്ല. മതിൽ പൊളിച്ചപ്പോൾ അതിനകത്ത് പാമ്പിന്റെ വിരിഞ്ഞതും വിരിയാത്തതുമായ ധാരാളം മുട്ടകളും കണ്ടെത്തി. ഇതേ തുടർന്ന് ക്ഷേത്ര മൈതാനത്ത് താൽക്കാലികമായി കുട്ടികളോട് കളിക്കരുതെന്ന് കൗൺസിലർ അടക്കമുള്ളവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒറ്റ പ്രസവത്തിൽ മലമ്പാമ്പ് 30-ലധികം മുട്ടകൾ ഇടുമെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ പാമ്പുകൾ ഈ പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സൂക്ഷിക്കണമെന്നും പാമ്പുകളെ പിടികൂടാനെത്തിയ റെസ്ക്യൂ ടീം അംഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ ഉണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ നല്ല ചൂടുള്ളതിനാൽ പാമ്പുകൾ പുറത്തുവരാനുള്ള സാധ്യത കൂടുതലാണെന്നും പറയുന്നു. മണ്ണുത്തിയിൽ കടയുടമയായ സ്ത്രീയുടെ മാല കവർന്ന പ്രതിയെ സിനിമാ സ്റ്റൈൽ ഓപ്പറേഷനിലൂടെ കൊരട്ടി പോലീസ് പിടികൂടി. ജോലിയിൽ പ്രവേശിച്ച മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ വിലങ്ങുവയ്ക്കാൻ സാധിച്ചത് പ്രൊബേഷൻ SI അരുൺകുമാറിനും സംഘത്തിനും ഇരട്ടി തിളക്കമായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മണ്ണുത്തി നെട്ടിശ്ശേരിയിലായിരുന്നു കവർച്ച. പലചരക്ക് കട നടത്തുന്ന ജയശ്രീ എന്ന 55-കാരിയുടെ 4 പവന്റെ മാലയാണ് ബൈക്കിലെത്തിയ പ്രതി പൊട്ടിച്ചെടുത്തത്. മണ്ണുത്തി പോലീസ് നൽകിയ വയർലെസ് സന്ദേശം ലഭിച്ചയുടൻ കൊരട്ടി പോലീസ് ജാഗ്രതയിലായി. അന്ന് ഉച്ചയ്ക്ക് മാത്രം സ്റ്റേഷനിൽ ചുമതലയേറ്റ പ്രൊബേഷൻ SI അരുൺകുമാർ J ഉടൻ തന്നെ മണ്ണുത്തി പോലീസുമായി ബന്ധപ്പെട്ട് ബൈക്കിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. ദേശീയപാത കേന്ദ്രീകരിച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ബൈക്കിനെ പോലീസ് പിന്തുടർന്നു. സാഹസികമായ നീക്കത്തിനൊടുവിൽ പ്രതിയെ പോലീസ് സംഘം കീഴ്പ്പെടുത്തി. രാമവർമ്മപുരം വില്ലടം സ്വദേശി റിജോ വിൽസൺ ആണ് പിടിയിലായത്. ഇയാളെ പിന്നീട് മണ്ണുത്തി പോലീസിന് കൈമാറി. കവർച്ച നടന്ന വെറും 1 മണിക്കൂറിനുള്ളിലാണ് പ്രതിയെ വലയിലാക്കിയത്. മികച്ച രീതിയിൽ കൃത്യനിർവഹണം നടത്തിയ പ്രൊബേഷൻ SI അരുൺകുമാർ, CPOമാരായ ശ്രീജിത്ത്, ആന്റണി, ജിതിൻ, ഗോകുൽ എന്നിവരെ റൂറൽ SP B കൃഷ്ണകുമാർ അഭിനന്ദിച്ചു. ഉദ്യോഗസ്ഥർക്ക് ക്യാഷ് അവാർഡും പ്രശംസാപത്രവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 15,390 രൂപയും പവന് 1,23,120 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് അമ്പഴക്കാടൻ പരേതനായ ദേവസി ഭാര്യ അന്നംകുട്ടി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. റാഫി, സേവിയർ, ലോറൻസ്, വത്സ, പരേതയായ ജോസ്, തോമസ് എന്നിവർ മക്കളും വിക്ടോറിയ, ബെൻസി, ഷാജി, സിസി, ആന്റണി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.